തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി SIT അന്വേഷണം പ്രഖ്യാപിച്ചു. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും S നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഒപ്പം ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്ന നെയ്യിൽ അതിൽ മൃഗക്കൊഴുപ്പ്, അതേപോലെ തന്നെ പന്നി അടക്കമുള്ള മറ്റ് മൃഗക്കൊഴുപ്പ്, അതേപോലെ തന്നെ പന്നി അടക്കമുള്ള മറ്റ് ജീവജാലങ്ങളുടെ കൊഴുപ്പും അതേപോലെ തന്നെ മീനെണ്ണയും അടക്കം ഉപയോഗിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്താകെ ഉടലെടുത്തിരിക്കുന്നത്. ഭക്തസഹസ്രങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന നിലപാടാണ് ഹൈന്ദവ സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇതിന് നേതൃത്വം നൽകുക എന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത്. മാത്രമല്ല വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാകും ഇങ്ങനെ പ്രത്യേക SIT രൂപീകരിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുമെന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡു സൂചിപ്പിച്ചത്. മാത്രമല്ല ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ കൈവശം നിലവിലുള്ള അല്ലെങ്കിൽ സർക്കാർ പരിപാലിക്കുന്ന ക്ഷേത്രങ്ങൾ അത് പരിപാലിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. ഹൈന്ദവ സംഘടനകൾ നിരന്തരം ഉയർത്തുന്ന ആവശ്യമാണ് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ക്ഷേത്രങ്ങൾ മുക്തമാക്കിക്കൊണ്ട് ഭക്തരുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഭക്തർ സംഘടനകളുടെ കയ്യിലേക്ക് ക്ഷേത്രത്തിൻ്റെ സാരഥ്യം അല്ലെങ്കിൽ ഭരണ ചുമതല നൽകണമെന്നുള്ളത്. ഇത്തരം ഒരു ആവശ്യത്തിന് ഏതാണ്ട് ഒരു പച്ചക്കൊടി എന്ന് വേണം വിലയിരുത്തുവാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുവാൻ ഉള്ള നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ തിരുപ്പതിയിൽ അവിടെ മാർഗദർശൻ മണ്ഡലിൻ്റെ വലിയ ഒരു സമഗ്രമായ മീറ്റിംഗ് നടക്കുകയാണ്. പ്രധാനമായും ഈ ഒരു വിഷയം തന്നെയാണ്. ഇതിന് കാരണക്കാരായ വ്യക്തികൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതുതന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ മാർഗദർശൻ മണ്ഡൽ അവിടെ തിരുപ്പതിയിൽ കൂടുകയാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ തന്നെയാകും വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിക്കുക. പ്രത്യേകിച്ച് ഭക്തസഹസ്രങ്ങളെ വഞ്ചിച്ചു എന്നുള്ള നിലപാടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്. ഇത് കേവലം സാമ്പത്തിക ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്തൊരു അഴിമതിയല്ല, മറിച്ച് ഹൈന്ദവ ആചാരങ്ങളെ തകർക്കുക, വിശ്വാസങ്ങളെ തകർക്കുക, ഇല്ലാതാക്കുക എന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു നീച പ്രവൃത്തി ഉണ്ടായതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രത്യേക യോഗം തിരുപ്പതിയിൽ കൂടുന്നത്.